നല്ല സിനിമയല്ലേ കയറി കണ്ടാലോ? എനിക്ക് സിനിമ കാണാനെങ്കിൽ വേറെ തിയേറ്ററിൽ ഇതാണെങ്കിൽ ആര് കണ്ടു കഴിഞ്ഞാലും AC ഉണ്ടല്ലോ, ഇവിടെ ചൂടല്ലേ. എനിക്ക് വേറെ തിയേറ്ററിൽ പോയാൽ പോലെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാര്യമുണ്ട്. ഇവിടെ നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആര് കണ്ടാലും കുഴപ്പമില്ലല്ലോ. എന്താ ഇവിടെ ക്യൂ ഒക്കെ? ക്യൂ ഉണ്ടാ? ഇതെന്താ ഇവിടെ ക്യൂ നിൽക്കണേ? സിനിമ കാണാൻ? അല്ല, ഇതതിന് സിനിമ തിയേറ്ററിൽ പോയി കാണില്ല, ഫെസ്റ്റിവൽ അല്ലേ, ഏരും കണ്ടൂടെ? നല്ല സിനിമ കാണണമെങ്കിൽ റിസർവ് ചെയ്യണം, ക്യൂ നിൽക്കണം. അപ്പൊ നമ്മൾ റിസർവ് ചെയ്തില്ലല്ലോ. ഇല്ല, റിസർവ് ചെയ്യേണ്ട കാണാൻ പറ്റൂല. നല്ല സിനിമ അത്. ഇത് നല്ല സിനിമയാണ്. നമുക്ക് വെറുതെ പോയി കാണാം. വേറെ സിനിമയുണ്ട്, ഇതെന്നാ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്? എന്നാ വേറെ സിനിമ കണ്ടോ? വന്നല്ലേ? വേറെ തിയേറ്റർ ഉണ്ടാ? അതാണാ? അതെ, അതന്നല്ലേ. വേറെ തിയേറ്റർ ഉണ്ട്, എല്ലാ സ്ഥലത്തും പണം നടക്കല്ലേ, നമുക്ക് പറ്റേ പോവാ. ഉണ്ണിയേ, അല്ല, ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കി. ഇവിടെയോ? ഇതൊക്കെ തെലുങ്ക് നടിയുണ്ടാകണ്ട, തെലുങ്ക് പടാണ്. ഇവിടെയൊന്നും കാണാൻ സ്ഥിതിയില്ല. നമുക്കേ പടത്തിന് പോയാലോ? ഇപ്പൊ കളിക്കുന്നുണ്ട് ഇത്. അതിന്റെ കഥ ഇവിടെ എഴുതി വെച്ചേക്കണേ. യുവ സൈനികൻ കേങ് ശ്രദ്ധേയനായ സൈന്യത്തിന്റെ പടം കാണാൻ ഇടപെടണ്ടേ? അത് വേണ്ട അല്ലേ? ഇത് പ്രാന്താ, വേറെ വേണ്ട. കുറെ ഉണ്ട് ഇതിനകത്ത്, കംപ്ലീറ്റ് ഇതിനകത്ത് ഇവിടെ കളിക്കുന്ന സിനിമേന്റെ അത് നോക്ക്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടാ, 5 പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീയുടെ കഥ. മതി, അതന്നെ വേണ്ടേ? അയ്യോ, അത് 12 കഴിഞ്ഞു പോയി. അത് ഭയങ്കര നഷ്ടമായിട്ട് നമുക്ക്. നല്ല പടയില്ല അത്. നന്ദിനി. ഇതാണ് നമ്മളെ പറഞ്ഞ പടം, ഫസല് പറഞ്ഞേ. നന്ദിനി ത്രിപ്ലക്സ്. അതിപ്പോ ഉണ്ട് കേട്ടോ. സത്യശീലൻ എന്ന് പറഞ്ഞ അയാളെ ഡയറക്ടറുടെ സംവിധാനം നോക്കണ്ട. നന്ദിനിക്ക് പോകാനാലും നന്ദിനിക്ക് പോവാ അല്ലേ? നന്ദിനി മോശം ഉണ്ടാവില്ല. അതല്ലേ എവിടെ കളിക്കുന്നത്? നമുക്ക് ഇവിടെ അന്വേഷിക്കാം. സിനിമ വന്നല്ലേ അല്ലേ? ഏതൊക്കെ ഉണ്ട് ഇപ്പോ? ഏതൊക്കെ ഉണ്ട് പടം? 2 സിനിമ ഉണ്ട്. 2 സിനിമ ഉണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. നമ്മളിപ്പോ ഒരു പടം കാണാൻ പോയി, അപ്പുറത്തെ തിയേറ്ററിൽ ഒരു പടം കാണാൻ. എന്തായാലും പുള്ളി ഇരുട്ടത്ത് വെളിച്ചം വേണ്ടേ? ഒരു വെളിച്ചമില്ല. പിന്നെ ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ ഇരുന്നിട്ട് ഒരു കാക്ക ഇങ്ങനെ കരഞ്ഞു ഓടി 1/2 മണിക്കൂർ. അത് നിർത്തണ്ടേ? ഞാൻ എന്ത് ചെയ്തു, പടം പൂർത്തിയാക്കി ഞാൻ ഇറങ്ങിയിട്ട് വന്നിട്ട് അതിന്റെ ഒരു സംഘാടന നല്ല ചീത്ത പറഞ്ഞു. ഓൻ എന്നോട് പറയുന്നേ ദേശീയ അവാർഡ് കിട്ടിയാന്ന് മിണ്ടി പോകാൻ പാടില്ല. ഞാനിങ്ങോട്ട് വന്നാ അത് അങ്ങനത്തെ സിനിമ നമുക്ക് ശരിയാവില്ല. നിങ്ങൾ കണ്ട പടം ഏതാണ്? ഇംഗ്ലീഷ് ഉണ്ട്? അല്ല, ഞാനൊരു ഇറാനി സിനിമ. ഇറാനി. ഇവിടെ ഇതുണ്ടാവോ? അറബി പടം ഉണ്ടാവോ? അറബിക് ഫിലിം ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. നന്ദിനി നമ്മളെ ഇവിടെ ഇല്ലേ കളിക്കുന്നത്? നന്ദിനി നമ്മളെ ത്രിപ്ലക്സ് വഴി സത്യശീൽ സാർ അത് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാ, തെറ്റില്ല. ഇവിടെ തന്നെ ഉണ്ടാവൂലേ? അതെ, നന്ദിനിയിൽ എന്തേ ഉണ്ടാവുമോ? നന്ദിനി പടത്തിലേ എന്തേ ഉണ്ടാവും? എന്താ ഉദ്ദേശിക്കണ? മറ്റേ ത്രിപ്ലക്സ് എന്നൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പൊ എന്തേ ഉണ്ടാവും ചിലപ്പോ അല്ലേ? സുഹൃത്ത്, ഞാൻ വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണാൻ വന്ന. ഉണ്ടാവും. നിങ്ങളെ മോഹൻലാൽ അറിയാം, നിങ്ങളും അത് കാണാൻ കാത്തിക്കല്ലേ? കാണാൻ കാത്തിക്ക. ഇവിടെ എല്ലാരും അല്ലേ? നന്ദിനിയിൽ ഉണ്ടാവില്ലേ? നന്ദിനി നന്ദിനിയുണ്ട്, ഇവിടെ ഉണ്ട്, ഫീസൊക്കെ ഉണ്ടാവില്ലേ? ത്രിപ്ലക്സ് അല്ലേ? ഉണ്ടാവൂലേ? നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങൾ സിനിമ കാണാൻ? നല്ല സിനിമ കാണാൻ, നല്ല സിനിമകൾ കാണാന്നുള്ള എന്തെങ്കിലും നമുക്ക് എരുമ്പുള്ളികളൊക്കെ എന്ത് അങ്ങനെ പോന്ന ഓപ്പൺ ഫോറം 3 മണിക്ക് പറയണം. എന്താണ് അരമണിക്കൂർ എന്ത് ഫോറാണ്? അല്ല, അത് വേറെ ഫിലിമിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? വായിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. നിങ്ങൾക്ക് എല്ലാ സിനിമയും കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ആണോ? മലയാളം പടം ഏത് കളിക്കണ്ട? അവിടെ പുലിമുരുകൻ ഉണ്ടാവോ? ബോസ്, പുലിമുരുകൻ ഉണ്ടോ അവിടെ? പുലിമുരുകനൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇറ്റ് പടാണല്ലോ, ആ കിട്ടൂടെ എനിക്കല്ലേ? പുലിമുരുകനൊന്നും ഇല്ല. നമ്മ മുമ്പ് പോയ കണക്കാൻ അവർക്ക് പോവാം. ഇരുട്ടത്തിന്റെ പടം അതന്നെ ഉണ്ടാവുള്ളൂ. വേണ്ട, എല്ലാം വേണ്ട. നന്ദിനി ഉണ്ടാവും. എന്തെങ്കിലും നന്ദിനി കാത്തിരിക്കും. എത്ര സിനിമകളാണ് താങ്കൾ കണ്ടത്? 4 സിനിമ കണ്ടിട്ട് വല്ലതും മനസ്സിലായായിരുന്നോ? ഒന്നും മനസ്സിലാവാതെ. നമസ്കാരം സാർ. നമസ്കാരം.
എവിടെയാ? സംവിധായകൻ സത്യശീലൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ XXY നന്ദിനി ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സർ, ഇന്ന് താങ്കളുടെ ആദ്യത്തെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? ആളുകൾ സിനിമ കാണട്ടെ, സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. XXY നന്ദിനി എന്ന പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, എന്നാൽ ഉദ്ദേശിക്കാതിരുന്നിട്ടുമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഉദ്ദേശിക്കണമെങ്കിൽ ഉദ്ദേശിക്കാം, അത്രേ ഉള്ളൂ. അല്ല, ഈ ഒരു പേര് പുറത്തു വന്നപ്പോൾ മുതൽ പലതരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി എന്താണ്? പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, GS പ്രദീപിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ എന്തോ. അതിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു അധ്യാപകൻ ചന്തം എന്ന വാക്ക് എഴുതിയിട്ട് അതിൽ നിന്ന് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കണം. അപ്പൊ ഒരാള് ചെന്നിട്ട് ചാക്ക് ശേഷം വള്ളി ഇട്ടു, അപ്പൊ അത് ചിന്തയായി. വേറൊരാള് ചന്ത കഴിഞ്ഞതിന് ശേഷം ഒരു 0 ഇട്ടു, അപ്പൊ അത് ചന്തമായി. വേറൊരാള് ചെന്ന് ചന്താന്ന് കഴിഞ്ഞതിന് ശേഷം വള്ളി ഇട്ടു, അപ്പൊ അത് എന്തായി? അപ്പൊ ഓരോരുത്തരും ഇതിനെ കാണുന്ന രീതിയാണ്. അപ്പോൾ ഓരോ ആളുകളുടെ എക്സ്പീരിയൻസിനനുസരിച്ച്, അവരുടെ അജണ്ടകൾക്കനുസരിച്ച് ഈ കാണുന്ന രീതിക്ക് മാറ്റങ്ങളുണ്ടാവും. എന്ത് പ്രമേയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്? ആളുകൾ സിനിമ കാണട്ടെ, ഇത് കാണാതെ അഭിപ്രായം പറയുന്നതിന്. അപ്പൊ എല്ലാവരെയും പോലെ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു ഷോ തീരുന്നത് വരെ. ഓക്കെ, താങ്ക് യു. ഇവിടെ മൊത്തത്തിൽ ഈ സിനിമയിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. എന്താന്ന് തോന്നുന്നു അയാൾക്കുടെ പെരുമാറ്റത്തിൽ മൊത്തം ചിലപ്പോ അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. മറ്റേ ഡയറക്ടർ ഓടുന്നു. നമുക്ക് മൂപ്പര കൂടെ സെൽഫി എടുത്താലോ? അത് വേണം, ഇവിടെ വന്നതിന്റെ തെളിവുണ്ട്. വേണോ? ഇവിടെ ഇങ്ങോട്ട് നീ സെൽഫിലേക്ക് നമ്മളൊക്കെ കാണാം. നമ്മള് ലോക്കൽസ് അല്ലേ എല്ലാരും, ഇത് കാണാൻ വന്നതല്ലേ? അതന്നെ സാർ. തിരിച്ചുടി ബസ്സിൽ പിടി, തിരിച്ചുടിന്ന് അതന്നെ സാറായിക്കണം. നമ്മളുണ്ടാളും കൂളിംഗ് ഗ്ലാസ് ഇട്ടുണ്ട്, നല്ല സൂപ്പർ ആകുമ്പോ. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് മാഡം ഇവിടെ തന്നെ ഉണ്ടല്ലേ സജീവമായിട്ട്? ഈ 3-4 ദിവസത്തിനുള്ളിൽ കണ്ടതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ സിനിമ ഏതാണ്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇവിടെ വാതിലിൽ നിന്ന് കൂടെ കടക്കുമ്പോൾ നിങ്ങളെപ്പോലെ മാധ്യമ പ്രവർത്തകർ വന്ന് വളയും, പിന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് പോകുമ്പോ ഇതേപോലെ ആരാധകർ വരും. അവരെയും പിണക്കാൻ പറ്റില്ലല്ലോ, നമ്മളെ നിലനിർത്തുന്നത് അവരാണല്ലോ. ചുരുക്കത്തിൽ സിനിമകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മളെ മറ്റേ നടിയല്ലത് അതാടാ. ഇതാണ് ഈ സർക്കാർ വന്നാലുള്ള കുഴപ്പം. ലോക്കൽസിനൊക്കെ ഡെലിഗേറ്റ് പാസ് കൊടുക്കും. ഇന്നിപ്പോ ഏത് സിനിമ കാണാനാണ് ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോ ഏതെങ്കിലും സിനിമ കാണണം എന്നാണ്, അങ്ങനെ ഇന്നതൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്നത് കുറെ പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം കമ്മിറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോ കഥയും അതിന്റെ സ്റ്റോറി ബോർഡും എല്ലാം നോക്കിയിട്ടേ കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൂടുതൽ സെലക്റ്റീവ് ആകുകയാണ്. അപ്പോൾ ഇനി സിനിമ കാണാൻ പോവാണ് അല്ലേ? അതെ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി കാണാം. ആയിക്കോട്ടെ, താങ്ക് യു മാഡം. ഇല്ലത്തിലെ അടിക്കല്ലേ? ഇല്ലത്തിലെ സിനിമയില് നല്ല കളറങ്ങി. ഇപ്പൊ ശരിക്കും കളർ വരച്ച് പോയ മാതിരി സിനിമയില് സാറായിക്കുന്നത് സിനിമ. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ആണല്ലേ? നല്ല ഇതാണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട്, കാസർഗോഡാണ്. ശരി, സിനിമ കാണാൻ വന്നത് 2-3 കണ്ട്. പാതിരാത്രിയിലെ സ്വപ്നം 12 തവണ കണ്ടു. പിന്നെ ഇപ്പൊ ഇത് കാണാൻ, നന്ദിനി കാണാണ്ട്. നന്ദിനിക്ക് കത്തിക്കാൻ കണ്ടോ? സാറായിക്കണം. ഒന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ. കൊടുന്നോ? ഞാൻ കയ്യൊന്ന് പിടിക്കാനാണ്. വലിയ ആരാധന ഞങ്ങളോട്. മരിച്ചാൽ മറക്കില്ല. ശരി, അതിപ്പോ ചോദിച്ചിട്ട് സിനിമ ഇപ്പോ എവിടെയാന്നറിയാമോ? ഏത് സിനിമയെ കാണണ്ടേന്ന് പറഞ്ഞാ ഏതെങ്കിലും. എന്നാ അവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. ഓക്കെ, ഞാൻ ഇതുവരെ കാണാത്തത് കൊണ്ടേ. ഓക്കെ, താങ്ക്സ്. ടോസ് ചെയ്ത് നോക്കിട്ട് പാവട കളിയാക്കണ്ട. ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് കൊറേ സിനിമ ഉണ്ടായിരുന്ന, ഇപ്പൊ ഒരു അവാർഡ് കിട്ടിയോണ്ട് ആരും വിളിക്കണല്ല. ഇപ്പൊ ചുമ്മാ ഇതിലെ അതിലേക്ക് തള്ളിക്കൊണ്ടാണ് പോയത്.
ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് നിന്നുപോയതാ. ശരി. പ്രധാനമായിട്ട് സാമ്പത്തിക ക്രൈസിസ് തന്നെ. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മൾ ചെയ്ത് എടുത്തു ഒരു കണക്കിന്. അല്ല സാറേ, ഈ സിനിമ ആരും കണ്ടിട്ടില്ലല്ലോ, ഇത് പുറത്താരും കണ്ടിട്ടില്ലല്ലോ, ഇതിന് ഇത്ര വിവാദമാകാനുള്ള കാരണം ഒന്നുമില്ല. ആദ്യം സിനിമ കാണണ്ടേ. ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ദൃശ്യാവിഷ്കാരത്തിന് നേരെ, അവന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ കത്തിവെക്കുന്നതിന് തുല്യല്ലേ? അല്ല, ഇതിപ്പോ നമ്മുടെ ഇവിടെ മാത്രമല്ല, നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അടക്കം ഈ തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് എതിരെ നമ്മളൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. അവര് പറയുന്നതൊക്കെ ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് ചോദ്യങ്ങളില്ലാത്ത തരത്തിലുള്ള ഉത്തരങ്ങൾ ഉള്ള സിനിമകൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അവർക്ക് തൃപ്തിയാവുന്ന തരത്തിലുള്ള സിനിമകൾ. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് സാധ്യമാകും. സാറിന്റെ പടത്തിന് ഏറ്റവും കൂടുതൽ ആളുകള് പേരിലൂടെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുള്ളത്. സെൻസറിന് കൊടുത്ത സമയത്ത് അവര് സെൻസർ ബോർഡാണ് തീരുമാനിച്ചത് എന്ത് ഈ സെക്സി എന്നുള്ള വാക്ക് ഒന്ന് എടുത്തു കളയണം. അപ്പോ അത് വേണ്ടാന്ന് അവര് പറഞ്ഞു. അപ്പൊ ഞാൻ സെക്സി എന്ന് കഴിഞ്ഞാൽ അത് വേണ്ടാത്തത് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡൂഡില്ലേ, വേണ്ട. അങ്ങനെ ഇട്ടായിരുന്നു കുഴപ്പം. അപ്പൊ 3XY സെക്സി എന്നായി. സത്യത്തിൽ അത് സെക്സി എന്നുള്ളത് വെട്ടിക്കളഞ്ഞൊക്കെയാണ്. അതിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്. റിജക്റ്റഡ് സെക്സി ആയി. നമ്മൾ ടെക്നോളജി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ മനസ്സ് ഇപ്പോഴും റിജിഡാ, ചുരുങ്ങി പോവാ ചെയ്തിട്ടുള്ളത്. പഴയ കാലത്ത് ഇപ്പോ നമ്മള് ആദ്യത്തെ നിർമ്മാല്യം പോലത്തെ ഒരു സിനിമ ഇപ്പൊ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സവിശേഷത ഉണ്ട്. ഞാൻ ചെയ്ത സിനിമയ്ക്ക് പകരം ഞാൻ നിർമ്മാല്യം പോലുള്ള ഒരു സിനിമയാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? കലാപം ഉണ്ടാവും. നിർമ്മാല്യം ഇപ്പൊ സഹിക്കൂല. അപ്പൊ 3 മണിക്കാണ് സ്ക്രീനിങ് കാണണം. പിന്നെ തീർച്ചയായിട്ടും സാറിന്റെ ഇവിടെ കാണാനല്ലേ ഞങ്ങൾ വന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം അതാണ്. സോമേഷ്, ഹലോ. മനസ്സിലായി, മറന്നിട്ടില്ല. വെരി ഗുഡ്. എന്റെ ഫിലിമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പുതിയതൊരെണ്ണം ചെയ്യുന്നുണ്ട്. അത് അടുത്ത വർഷങ്ങൾ നോക്കാന്ന് വിചാരിച്ചു. മോശം. അല്ല, കഴിക്കാൻ ടൈം ആയിട്ടില്ല, സമയമായിട്ടില്ല. ഹോട്ടൽ ഈവനിങ് വൈകിട്ട് വൈകിട്ട് പറ്റിയാണ് എത്താം. സാറേ, നിങ്ങള് രണ്ടുപേരും 2 ഭാഷയല്ലേ പറഞ്ഞത്? അതെ, 2 ഭാഷ തന്നെയാണ്. അപ്പൊ എങ്ങനെ മനസ്സിലാവും? കുട്ടി, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ്. പിന്നെ ഈ സിനിമയ്ക്ക് ഭാഷ ഒരു പ്രശ്നമല്ല. അല്ല, അതാരാ പോയത്? അതറിയില്ലേ? മന്മഥൻ കോക്കാച്ചി. മന്മഥൻ കോക്കാച്ചി കൊറിയൻ ഡയറക്ടറോ? അയ്യോ, അപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുത്തില്ല. ക്യാമറ अकड़ बकड़ बम्बे बो 80-90 पूरे 100 बरस का हुआ ये खिलाड़ी ना बूढ़ा हुआ. ഹലോ, അതോ പടം കഴിയുന്നവരെ മിണ്ടാണ്ടിരിക്കട്ടാ. നമുക്കിത് കണ്ടിട്ട് സംസാരിക്കാം. എന്താ രക്ഷയില്ലാട്ടാണ്. കഴിഞ്ഞ 2 പടം ലൈറ്റ് ആയിട്ടാ തുടങ്ങിയത്. കഴിഞ്ഞ പടം കഴിഞ്ഞ പടം വറുത്ത കപ്പലിന്റെ. ഹലോ, ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ സുഹൃത്തെ. എന്തെങ്കിലും കാര്യം ഉണ്ടാവും, മിണ്ടാണ്ടിരിക്കേ. അത് തുടങ്ങട്ടെ. മാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ കിടന്ന് വേണ്ടാക്കല്ലേ? ഹലോ സുഹൃത്തുക്കളെ, ഇവിടെ പുറത്തുനിന്ന് വേറെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. വേറെ നമ്മുടെ നാട്ടിലല്ലാത്ത.
എന്താ സാറേ കാണിക്കുന്നത്? തുറയല്ലല്ലോ ഇത്. സാറത് തേങ്ങ എന്നല്ല പിടിച്ചിങ്ങനെ കുലിക്കാനായിട്ട്. എത്ര ലിറ്ററിന്റെ ആണത്? ഇത് 260 ലിറ്റർ. കുറയോ? എന്ത് ലിറ്ററാ? ലിറ്ററല്ല, ഇത് പൈസ കുറയോന്ന്. പൈസ കുറയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില ചോദിക്കും, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. അങ്ങനെയല്ലേ കച്ചവടം. ഇപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇതല്ലേ? അതെ സാർ, പുതിയ മോഡലാ. സംഭവം കൊള്ളാം, ഇഷ്ടമായി. എന്താണ് അപ്പൊ ഇതിന്റെ പ്രൈസ്? ഡബിൾ ഡോറൊക്കെയാണ്. കണ്ട അവിടെ സാറ് നോക്കും, ഇതിന്റെ അകത്തൊക്കെ നല്ല റൈസ് ഒക്കെ ഉണ്ട് അതിന്. ഇതിന്റെ ഫ്രീസർ മുകളിലാണല്ലോ? അതെ സാർ, മോഡലാണ്. ഇപ്പൊ താഴത്താണ് ഫ്രീസർ വെക്കേണ്ടതെന്ന് പറഞ്ഞൊരു പരസ്യം കണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. അല്ല, അത് സാറേ പുതിയ മോഡൽ ഇറങ്ങുന്നുണ്ട്, മുകളിലും താഴത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മോഡലാണ്. അപ്പൊ ഇത് മേടിച്ചിട്ട് തലകുത്തി വെച്ചാലും മതി. സാർ ഭയങ്കര അടുത്ത മാസമുണ്ടല്ലോ. അല്ല, ലാസ്റ്റ് എന്താണ് ഇതിന്റെ? ഇതിനെ ഇപ്പൊ കമ്പനി റേറ്റ് എന്ന് പറഞ്ഞാൽ 20,500 രൂപ. ഓ, കൂടുതലാണുള്ളത്. അല്ല, നമുക്ക് അങ്ങനെയല്ല, അത് കറക്റ്റ് റേറ്റ് ആണ് സാർ. അല്ല, പിന്നെ ഡിസ്കൗണ്ട് ഒന്നുമില്ലേ? 400 രൂപ കുറയ്ക്കാം. അയ്യോ, വേണ്ട കേട്ടോ, വേണ്ട സാർ. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോ അതിനൊരു പരിധിയൊക്കെ ഉണ്ട്. 400 നല്ല കൂടുതൽ കുറയ്ക്കാൻ ഇപ്പൊ പറ്റും. എല്ലാ കടയിലും കൊടുക്കേണ്ട ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലാ? ചോദിച്ചു നോക്കൂ, 1000 രൂപ ഉറക്കൂ. 1000? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. സാറേ ചോദിച്ചു 1000 കുറയ്ക്കാൻ പറ്റില്ല. ലാസ്റ്റ് വേണമെങ്കിൽ ഒരു 750 രൂപ കുറയ്ക്കാം. മാക്സിമം അതേ കുറയുള്ളൂ. അപ്പൊ ഈ 750 കുറച്ച് കഴിഞ്ഞിട്ട് എത്ര രൂപ വരും? അപ്പൊ 20,500 നിന്ന് 750 കുറയുമ്പോ 19,750 രൂപ. 19,750 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇതിന്റെ. ഓ, സമാനമായി. ഓക്കെ, അപ്പൊ പാക്ക് ചെയ്യാലേ? അയ്യോ, ഇതൊന്ന് പാക്ക് ചെയ്യില്ല. പാക്ക് ചെയ്യണ്ട. ഞാൻ ഇതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഇന്നലെ വി ഹോംസിന്ന് വാങ്ങി. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്ന്? അല്ല, അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഭാര്യ പറയണ വില കൂടിപ്പോയി, എന്നെ പറ്റിച്ചെന്ന്. അതിന് അപ്പൊ ഞാൻ ഇവിടുത്തെ വില ഒന്നും അറിയണമല്ലോ. കുഴപ്പമില്ല, സെയിം വിലയാണ്. വില അറിയാമെന്നാണ് സംഭവം. ഇത് തന്നെ വില എല്ലാ കടയിലും സെയിം ആണ്. ഇപ്പൊ സാധനം വേണ്ട? സാധനം ഇപ്പൊ വേണ്ട, ഇന്നലെ എടുത്തല്ല. സാറ് ചെല്ല്. അതെ ചേട്ടാ, ഇതേ അതെ വേണ്ട ഇല്ലെന്നല്ല സാറേ, തുറണ്ട. ആവശ്യമുള്ള സമയം എടുത്താ പോ സാറേ. എന്റെ ഫോൺ അതിന്റെ അകത്ത് വെച്ച് മറന്നുപോയി. ഫോണ്? വേണ്ട, ഫോണാണ് അതിനകത്ത് വെച്ചുപോയി, സോറി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെ വന്നോളാ, അങ്ങനെയല്ലേ? എന്തിനാ നീ ഇപ്പൊ ഇതെടുത്ത് കയ്യിൽ വിളിച്ചോ? വാക്വം ക്ലീനർ പറഞ്ഞ അവിടെ ഇല്ലേ? നീ അതവിടെ വെച്ചത് ശ്യാമളേത്? അതവിടെ വെക്കി. എന്ത് ഹായ്? നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ മേടിക്കാന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ ഉള്ള ഡിസൈൻ എന്ത് ചെയ്യും? ഇത് കണ്ടു ശീതളേട്ടാ, ഇങ്ങനത്തെ അലമാരി, ഇങ്ങനെ ഉള്ളിലോട്ടിരിക്കുന്ന അലമാരി കണ്ണാടിയിലുള്ളത് വേണമെന്നാ പറഞ്ഞത്. അതാവുമ്പോ നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. മറ്റേല് നിനക്ക് കാണാൻ പറ്റണല്ലോ അപ്പൊ അവിടെ ഇരിക്കണേല്. ഇത്രയും ഇങ്ങനെ രണ്ട്. നീ ഇപ്പൊ എന്തെടുക്കാൻ വന്നാണ് ശ്യാമളെ? എന്തെടുക്കാൻ വന്നേക്കണേ നമ്മളിവിടെ? ഏതാ ആവശ്യം? ഫ്രിഡ്ജ് അതൊക്കെ ആ സൈഡിലെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോവും. മിക്സി ഒരു മിക്സി മേടിച്ചു തരുമോ? ഒരു വീട്ടില് 2 മിക്സിയാ? അത് പഴുത്തിയില്ല, ഭയങ്കര ഒച്ചപ്പാട് അതിന്ന് കേൾക്കണത്. നീ അവിടെ നടന്നേ, ഇതിനൊക്കെ കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ വന്ന പണിയാണ്. ദേ പോയിരിക്കണം അവിടെ. വിൽക്കാനുള്ള സാധനങ്ങൾ ആളുകൾ കാണുന്നു. ഇരുന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ നല്ലതാണോ. ഇത് നമ്മൾ എടുക്കണ്ടോ? ഇത് എടുക്കണ്ടോ? എന്നെ തലക്ക് പ്രാന്ത് പിടിപ്പിക്കല്ലേട്ടാ. നമുക്ക് സാധനം ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഈ പൈസ ഒക്കെ എന്തിനും കൊണ്ടുവന്ന് വെക്കണ. നീ ഇപ്പൊ എന്തിനു നോക്കണത്? നിനക്ക് ആവശ്യം എന്തോന്നാ? ഫ്രിഡ്ജ് അവിടെ ഇരിക്കണെന്ന്. എന്താണ് അയ്യേ? ഇതല്ല, പിന്നെ എനിക്ക് വേണ്ടത്. ഫ്രിഡ്ജ് വേണ്ടേ? ഇതേപോലത്തെ തന്നെയല്ലേ വീട്ടിലുള്ളത്, ഇത് തന്നെ പിന്നെ മേടിച്ചോണോ? എന്തിനാ മോളെ ഏതാ ഉദ്ദേശിക്കണേ ഇപ്പൊ? എനിക്ക് വലുത് വേണം. എടി, ഈ സാധനത്തിൽ തന്നെ വെക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നീ എന്തായാലും വെച്ചിരുന്നത്? വല്ല തലേ ദിവസത്തെ മീൻകറിയും കുറച്ച് പച്ചക്കറി അല്ലാതെ. അത് അതിനകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ സാധനങ്ങൾ വെച്ചേനെ. എനിക്കുണ്ടല്ലോ ശീതളേട്ടാ, നമ്മൾ അന്ന് പെരവസ്ഥയിലേക്ക് ആയപ്പോഴത്തേനും ഇങ്ങനെ 2 സൈഡിലോട്ട് തുറക്കണ വലിയൊരു ഫ്രിഡ്ജ് ഉണ്ടില്ല? അതുപോലെ. അത് ഫ്രിഡ്ജല്ല, അവരുടെ ഫ്രണ്ട് ഡോർ ആയിരുന്നു. ഇത് ഇങ്ങനെ ഓർക്കണത്. ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓർക്കും.
അല്ല ഞങ്ങളൊരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്ന. ഫ്രിഡ്ജ് ഇതേ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫ്രിഡ്ജാണത്. അതെ അതെ, പുതിയ മോഡലൊക്കെ വന്നിട്ട് ഞങ്ങളിവിടെ എക്സ്ചേഞ്ച് ആണ്. ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ശരി നോക്കാം സാർ. ഇത് മതിയോ? ഇത് മതിയോ? അല്ല ഇത് വേണ്ട. ഇത് എന്താ കുഴപ്പം? അല്ല ഇത് മതി. അല്ല ചേട്ടാ, ഇതേപോലത്തെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതേ. അപ്പൊ അതിന് 24 മണിക്കൂറും കംപ്ലൈന്റ് ആന്നേ. അതിന്റെ ഡോറ് നോക്കണം, അടച്ചു വെച്ചാ അടയൂട്ടോ. കുറച്ച് കഴിയുമ്പത്തിന് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പത്തിന് ഇത് താനെ തുറന്നു പോയി. ബൂസ്റ്റൊന്നും അല്ല, അതിന് ശരിക്കും എന്തോ കംപ്ലൈന്റ്. നമ്മൾ എപ്പോഴും ഈ ഫ്രിഡ്ജിന്റെ ഡോറാണ് സ്ട്രോങ് ആയിരിക്കുന്നത്. പിന്നല്ലേ ഡോർ ഇടയ്ക്കിടയ്ക്ക് തുറന്നാൽ കൂളിംഗ് നിൽക്കില്ല, കറണ്ട് ഒരുപാട് ചെലവാകും. അതാ മാറ്റണം നല്ലത്. ഇപ്പൊ പിന്നെ പുതിയ പുതിയ മോഡലുകൾ ഉണ്ടല്ലോ, അതെ, ഡബിൾ ഡോറിന്റെ ഒക്കെ അവിടെ ഉണ്ട്. സാർ അവിടെ നോക്കാം. മാഷ നമ്മുടെ വീടിന്റെ സൗകര്യം അനുസരിച്ച് ഈ ഒരു സാധനം മതി. ഇതിന് ലാസ്റ്റ് ഒരു 15,000. 15. ഇതോ? അപ്പൊ ഇതോ? അത് 14 റുപ്യ. അപ്പൊ ഇത് മതി, ഇത് മതി, ഈ സാധനം മതി. ഇത് വേണം. വേണ്ട, അത് വേണം. ഇതിന് ചെറുതുണ്ടോ നോക്കുന്ന ഈ ടൈപ്പല്ലായിരുന്നു നമ്മുടെ അവിടെ. എനിക്കത് വേണം. ഇത് ശരിക്കും ഇത് മതി. ഇനിയിപ്പോ ഇത് വളരെ ഇഷ്ടം ഇതിരിക്കട്ടെ. 15 രൂപ. അപ്പൊ ഇത് എടുക്കാം അല്ലെ? ഇത് 15. നമ്മളിപ്പോ ഈ എക്സ്ചേഞ്ച് കൊടുത്ത സാധനത്തിന് 2,000 രൂപ അല്ലേ നമുക്ക് തരണേ? 2,000 അത് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞ 2,000 രൂപ മറ്റേ പത്രത്തിൽ കണ്ടല്ലോ, പരസ്യത്തില് എക്സ്ചേഞ്ച് സാധനങ്ങൾക്ക് 2,000 രൂപ. അയ്യോ മേഡം, അതല്ല. ഏറ്റവും ഒരു നല്ല സാധനമാണെങ്കിൽ 2,000 റുപ്യ. പിന്നെ ബാക്കി നമ്മൾ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില പറയുക. ഏറ്റവും നല്ലത് ഇവിടെ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു സാധനം നമുക്ക് നോക്കിയാൽ മനസ്സിലാവല്ലോ. അതിന് ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ. 24 മണിക്കൂറും ഡോർ അടയില്ലെങ്കിൽ പിന്നെ അതിന് 2,000 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞ കഷ്ടമാണ്. 24 മണിക്കൂർ ഞാനൊരു ഒഴുക്കില് പറഞ്ഞതാ. ഇവള് വെറുതെ പറഞ്ഞുണ്ടാക്കണ കംപ്ലൈന്റ് അതാ. അതിന് മാത്രമുള്ള കംപ്ലൈന്റ് ഒന്നും ഇല്ല. അത് ഈ ഡോർ അടയില്ല എന്ന് പറഞ്ഞാല് എപ്പോഴും അങ്ങനെ അടയാതിരിക്കില്ല. വല്ലപ്പോഴും ഒന്ന് പതുക്കെ തുറന്നു പോരാ, നമ്മളപ്പോ തന്നെ അടച്ചതങ്ങോട്ടും ആകും. അല്ല, എന്തായാലും കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് അതൊന്നും നോക്കിയിട്ട് പറയാൻ പറ്റും. നോക്കണ്ടല്ലോ, അവൻ നോക്കിയിട്ട് പറയും. ഉണ്ണി അത് നോക്കിയാ ഒരു കാര്യമില്ല. ഫ്രിഡ്ജ് എങ്ങനെ ഉണ്ട്? നല്ലല്ലേ? ഇങ്ങോട്ട് പറ്റപ്പോയിനത് ഒന്നിനും കൊള്ളൂല അത്. നമ്മളിപ്പോ കൊണ്ടുവന്ന അതെ അതെ, ഞങ്ങള് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജ് അല്ലേ? അതിന്റെ ഈ സൈഡ് ഒരു പേര അങ്ങനത്തെ വരല്ല ശരിയേട്ടാ. അന്ന് മറിഞ്ഞു വീഴാൻ പോയി. മനസ്സിലായി. അത് ഇതിന്റെ പുറത്തല്ലേ, ഒന്ന് പോളിഷ് ചെയ്താ പോകുന്ന കാര്യം. പക്ഷെ പറഞ്ഞ കാര്യമില്ല, അതിന്റെ ഉള്ളില് 2 പൂത്ത ചെറുനാരങ്ങ. അത് എടുത്ത് കളഞ്ഞാ പോലെ, തുടച്ചാ പോലെ. അല്ല, ഈ ചെറുനാരങ്ങക്കുള്ളിൽ പൂത്തിരിക്കുക പറയുമ്പോ അത് അത്ര ദിവസം വർക്ക് ചെയ്യാതിരിക്കണതാവും അല്ലേ? എന്റെ മാഷ, അത് ഞങ്ങള് വീട്ടിൽ ഉപയോഗിച്ചിരുന്നല്ലേ ഫ്രിഡ്ജ്. ഇവിടെ കുത്തി നോക്കി വർക്ക് ചെയ്യുന്നില്ല. ഏത്? അത് നിങ്ങളുടെ പ്ലഗിന് വല്ല കംപ്ലൈന്റ് ഉണ്ടാവും, അത് നോക്ക്. അതെ ഉണ്ട്. എന്ത്? ഇവിടെ പ്ലഗിന് കംപ്ലൈന്റ് ഉണ്ട്. ഞങ്ങൾ ഫ്രിഡ്ജിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതല്ല, അത് ഇപ്പൊ എന്തായാലും ഈ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് ഡോറടയായും കോറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആക്രിക്കാരും എടുക്കില്ല. അത് ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലാവില്ല. എന്തിലാവട്ടെ, അതൊന്നും നോക്കണ്ട. ഇത് അല്ല, മാഡം ഇപ്പൊ ഇത് എന്തായാലും എടുക്കാൻ ആഗ്രഹിച്ച് എടുക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ മടക്കി പറഞ്ഞയക്കുന്നില്ല. ഞങ്ങൾ അതിനൊരു 300 രൂപ തരാം. 300 രൂപ. 300? സാർ, അത് ആക്രി കച്ചവടക്കാരും കൂടി എടുക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ വെറുതെ സ്ഥലം മുടങ്ങി കിടക്കുള്ളൂ. ഇനിയിപ്പോ സാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സാറാ പഴയ ഫ്രിഡ്ജ് കൊണ്ടേക്കോ, ഇതിന്റെ റേറ്റ് തന്നാ മതി. അല്ല, എന്നാ പിന്നെ അത് തന്നെയാണ് അല്ലേ കൊണ്ടുപോവാ. അല്ല, 300 രൂപക്കൊക്കെ എന്ത്? 300 രൂപ കൊടുക്കാൻ പറ്റുമോ? ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ 350 രൂപയോട്ടെ കാശ്. നീ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ പൈസ കൊടുക്കണ്ടേ? എന്താ സാറേ? എന്നാ ഇത് വളരെ മോശമായിട്ടോ, ഭയങ്കര ലോ റേറ്റ് ആയി പോയത്. അത് നമ്മളിപ്പോ അങ്ങനെ സഹകരിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് പറഞ്ഞുകൊണ്ട് എടുത്ത് വെക്കണതാണ് ഇവിടെ, അല്ലാണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാലേ. സാറേ, ഇത് പാക്ക് ചെയ്യാൻ നോക്കിട്ടോ. അങ്ങോട്ട് ഇരുന്നോളൂ സാറേ, ഞാൻ ബില്ല് റെഡി ആക്കിയിട്ട്. കാര്യമില്ല, ഒരു കംപ്ലൈന്റ് നീ എന്താ വായും പൊളിച്ചിരിക്കണ? പാക്ക് ചെയ്യടാ. അല്ല സൂതേട്ടാ, ഈ ആക്രിക്കടക്കാരെ പോലും എടുക്കാത്ത സാധനത്തിന് നിങ്ങൾ എന്തിനീ 300 രൂപ കൊടുക്കുന്നു? ആരുടെ പറഞ്ഞ ആക്രി കടക്കാരൻ പോലും പൈസ തരില്ല? അല്ല, ഇപ്പം പറഞ്ഞല്ലോ അമ്മ. അത് അവരോട് പറഞ്ഞല്ലേ? എടാ, മന്മഥൻ വന്നാലേ കണ്ണും ചെമ്പിട്ട് തരാം. അതിന് 800 റുപ്യ. പിന്നെ ഈ ഫ്രിഡ്ജിന്റെ യഥാർത്ഥ വില എത്ര? അത് 15 കൊടുത്തല്ല. യഥാർത്ഥ വില എത്ര? 13 റുപ്യ. അപ്പൊ അതിന്നും കിട്ടിയ ലാഭം. അപ്പൊ ഈന്നും പൈസയായി, അവര് കൊണ്ടുവന്നതിൽ പൈസയായി. എന്റെ സംഭവം കേട്ടാ. നമ്മുടെ മോലാളി നാട്ടുകാരെ നന്നാക്കാനല്ല ഈ സ്ഥാപനം വെച്ചേക്കുന്നത്, മനസ്സിലായാ? നീ ഇത് പാക്ക് ചെയ്യാൻ നോക്ക്, ഞാൻ ആ ബില്ല് കൊടുക്കട്ടെ. ഇങ്ങനെ പിടുത്തം കിട്ടും, ഭയങ്കര സംഭവം അല്ലേ സംഭവം.
എന്തേ? എന്താണ്? എന്തിനാ പോകണം? ഞാൻ വാങ്ങിയൊന്നുമില്ല. ഏതാ ഓ ശബ്ദം കേട്ടല്ലോ. എന്താ നിനക്ക് വിഷമം ഉണ്ടായത്? ഒന്നുമില്ലെന്നേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്താന്ന് അറിയാണല്ലോ. എനിക്കാണെങ്കിൽ വിഷമം കണ്ടു കഴിഞ്ഞാ അതിലേറെ വിഷമം. എന്താ കാര്യം? അയ്യോ പറ. എന്താണ്? ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞാ ഇങ്ങനെ പറ. എന്താ നിനക്ക് വിഷമം ഉണ്ടായി പറ. വിഷമൊന്നുമില്ല. പിന്നെ ശ്യാമളേച്ചി ഫ്രിഡ്ജ് മേടിച്ചു. ആ ശ്യാമളെ ഫ്രിഡ്ജ് വാങ്ങിക്കോട്ടെ, അതിനെന്താ? എനിക്കും വേണം ഫ്രിഡ്ജ്. എനിക്ക് ഫ്രിഡ്ജ് മേടിക്കണം. ഇവിടെ ഇപ്പൊ ഒരു ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. ഉണ്ട്. എന്താവശ്യം? പച്ചക്കറിയൊക്കെ വയ്ക്കാൻ. 100 തക്കാളി 200 വെണ്ടയ്ക്ക്. ഇതിനെന്തിനാണ് ഈ ഫ്രിഡ്ജ്? എനിക്ക് ഫ്രിഡ്ജ് വേണം. ഇവിടെ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞോ നിന്നോട്? നിങ്ങൾക്ക് എന്റെ വിഷമം അറിയാൻ പാടില്ല. കുടുംബശ്രീ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ ഓരോരുത്തർ പറയും അവരുടെ വീട്ടിലെ ഫ്രിഡ്ജ്, മിക്സി, TV എന്നൊക്കെ. എന്റെ വീട്ടിൽ മാത്രം ഒന്നുമില്ല. എനിക്ക് ഫ്രിഡ്ജ് വേണം. നമ്മളെ പോലെ ചായ കച്ചവടം ചെയ്യണ ഏതെങ്കിലും ആളുകളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇനിയിപ്പൊ ഞാനത് അന്വേഷിച്ചിറങ്ങണം. നിങ്ങൾ എന്നെ എന്തും പറഞ്ഞ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്? നിന്നെ ഞാൻ ഫ്രിഡ്ജ് തരാന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ടുവന്നാണോ? എന്നെ പട്ടുമത്തേക്ക് എടുത്താന്നും പറഞ്ഞാ കൊണ്ടുവന്ന്. നിന്നോ? ഞാനോ? നന്നായി. ദേ, എനിക്ക് ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജിനൊക്കെ ഒരുപാട് പൈസയാവുന്ന്. എന്നാ ഇനിയിപ്പൊ ഈ മോതിരം കൂടിയേ ഉള്ളൂ. കൊണ്ട് വിറ്റോ, എന്നിട്ട് എനിക്ക് ഫ്രിഡ്ജ് വേണം. എന്നാ മോതിരം വിറ്റിട്ടൊക്കെ എന്തിനാണ് ഈ ഫ്രിഡ്ജ് വാങ്ങിക്കണത്? കൊണ്ടക്കോ. ഇനി ഒരു കാര്യം ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് മതിയോ? സെക്കൻഡ് ഹാൻഡ് മതിയോ? എന്നാ മന്മഥന്റെ കടയിലുണ്ടാവും, അവിടെ പോയിട്ട് പറ്റിയത് നോക്കി എടുക്കാം. എന്നാ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇപ്പൊ പോവാൻ വയ്യ. പിന്നെ ഇപ്പൊ ഭയങ്കര തലവേദന. നമുക്ക് നാളെ പോവാം. നാളെ തന്നെ പോണം. നാളെ പോവാം. ഒരു ചായ എടുത്തോ. ഒരു ചായ എടുക്ക്. ഇന്നെന്താ കട തുറക്കാത്തെ? ഇന്ന് സമരം. എന്ത് സമരം? പാൽ സമരം. പിന്നെ പശുവൊക്കെ സമരത്തിലോ? പാല് നീ പോയി തലവേദന ചായ എടുക്കും. ഏട്ടന് ഇന്ന് എന്തായാലും കട തുറക്കണല്ലോ. എന്നും ചായ അടിക്കണല്ലേ? ഇന്ന് ഇവിടുത്തെ ചായ അടിച്ചോ. വാ. എനിക്ക് തലവേദനിക്കുന്നുണ്ട്. മണ്ടുവോ? പോയി ഒരു ചായ എടുക്ക്. നാളെ രാവിലെ പോവോ? ആക്രക്കണയാണെങ്കിലും ഒരു വൃത്തിയും മനയും വേണ്ടേ? ഇയാളുടെ അടുത്ത് എത്ര പറഞ്ഞാലും ഒരു സാധനം ഒന്ന് വൃത്തിയാക്കി വെക്കൂല. എന്തായി? സെലക്ട് ചെയ്താ? ആ ചുവന്ന ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടു വരിക. അല്ല, ആ ചുവന്ന ഫ്രിഡ്ജ് നോക്കാൻ രാവിലെ ഒരു ടീം വന്നിരുന്നില്ലേ രാഘവേട്ടാ? ഏത് ടീം? മറ്റേ പ്രകാശ്, കളക്ടറേറ്റിലുള്ള പ്രകാശ് രാവിലെ വന്നില്ലേ? അവരെന്താ പറഞ്ഞു? അവര് വൈകുന്നേരം വരാറിഞ്ഞു. ഓ അയ്യോ, നിങ്ങളല്ലേ പറഞ്ഞത് അത് കച്ചവടമായിട്ടില്ല, കുഴപ്പമില്ല. അല്ല, അവർ അഡ്വാൻസ് വല്ലതും തന്നായിരുന്നാ? ഇല്ല, തന്നിട്ടില്ല. അന്നില്ലേ പിന്നെ കുഴപ്പമില്ല, നമ്മൾ അഡ്വാൻസ് മേടിക്കില്ലേ പ്രശ്നമില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് വേണം. അതിപ്പോ എന്ത് പറയാതിരിക്കുന്നത്? 10,000-2,000 അതിൽ എടുത്തിട്ട് പോ. 2,000 റുപ്യ എന്തായി പറയുന്നത് ഫ്രിഡ്ജിനോ? 2,000 ഞാൻ ചോദിച്ചോളൂ. ഫ്രിഡ്ജാണ് സാധനം നമ്മൾ തമ്മിൽ കച്ചവടം ചെയ്യണത്. പഴയ ഫ്രിഡ്ജല്ലേ? എന്താണ് സത്യം? രാത്രി കടയിൽ വന്നിട്ട് പഴയ ഇവിടെ പുതിയത് എടുത്തു നോക്കിയാൽ നിങ്ങൾ ഇവിടെ വരുമോ? സത്യം പറയട്ടെ, രാവിലെ വന്ന ടീമിനോട് ഞാൻ 2,000 റുപ്യ കുറച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവര് വൈകിട്ട് വരാന്ന് പറഞ്ഞൊക്കെയാണ്. എത്രയുണ്ട് പറയ്. അതിലുണ്ടെന്ന് അതിന് പൈസ കളിക്കല്ലേ, സത്യശീലം കളിക്കല്ലേ. ഇത് എനിക്ക് മെനക്കെട് കൂലി ഒരു ആയിട്ടല്ലേ ഇത്? 1000 റുപ്യല്ലേ? ഇത് എന്ത് കളി വിചാരിക്കണത്? ഞാൻ എത്ര രൂപ എടുത്ത് എത്ര സാധനം അറിയാമോ ഇത്? അതെ, ആ നീല ഫ്രിഡ്ജ് എടുത്തു കൊടുക്കും. നീല വേണ്ട. ഒന്നുമില്ല, അതിനൊരു കുഴപ്പമില്ല. അതിന് ചെറിയൊരു മൂളൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ചുമപ്പ് തന്നെ
വെള്ളയാണോ അതാ? അല്ല ചോപ്പ്. അതെ എന്താ അറിയോ? 100 രൂപ മതി. സത്യ ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 500 രൂപ ഇടയ്ക്ക് കൊടുത്തേ. 500 രൂപ വേണ്ട, ഇല്ലെന്റെ അടുത്ത്. ഒരു കാര്യം ചെയ്യാം, നീല ഫ്രിഡ്ജ് നിങ്ങൾ കൊണ്ടുപോകാൻ നല്ലതാ. ഇത് പിടിച്ചേ 100. ഒരു കാര്യം 100 രൂപ കൊടുക്കും. 100 എടുത്ത് തരാം. 100 രൂപ കൊടുക്കും. ആ എന്നിട്ട് ഒരു 50 കൂടെ ഞാൻ നിന്റെ അടുത്ത് വേറെ പൈസ ഇല്ല. എന്റെ ലാഭമാണ് 50 രൂപ. ആ പോട്ടെ പോട്ടെ, ഇനി പോട്ടെ. ഞാൻ ഇനി ആഴ്ച പേരിൽ ഇനി ലാഭം വേണ്ട. നിങ്ങൾ കച്ചവടം കൊച്ചിനെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചു. പിന്നെ അതിന്റെ വേറെ ചെറിയൊരു കാര്യമുള്ളത്, അതിനകത്ത് ചെറിയ പോരായ്മയുണ്ട്. എന്താ? വിഷമിക്കാനൊന്നുമില്ല, അതിന്റെ ആ ഡോറുണ്ടല്ലോ അടിയില്ല. ആ അത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ഗ്യാപ്പ് വരും. ഡോർ അടിയില്ലേ? ആ അതൊന്നുമില്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കുറച്ച് ദിവസത്തേക്ക് സാധനം വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൂളോ ചെറിയ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനമായിട്ടൊന്ന് ചാരി വെച്ചാൽ മതി. ഫ്രിഡ്ജിന്റെ ഡോർ അടിയില്ലെങ്കിൽ പ്രശ്നമല്ലേ? ആ തണുപ്പ് പോവൂലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആളിനെ പറഞ്ഞു വിടാം. 150 രൂപ കൊടുത്താൽ മതി, അത് ശരിയാക്കി തരും. അപ്പൊ അതിന്റെ പൈസ നിങ്ങളോട് കൊടുക്കും കേട്ടോ. ഞാൻ കൊടുക്കും. എന്റെ കയ്യിലിഞ്ഞിപ്പില്ല, ഞാനിപ്പോ ഓട്ടോറിക്ഷക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? ഒരു കാര്യം ചെയ്യും, ഈ കൊണ്ടാക്കണം, ഞാൻ വീട്ടിലെത്തിച്ചു തരാം. എനിക്കിപ്പോ ഒരു ലോഡ് അവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ അവിടെ ഇറക്കി തരാം. അതിന്റെ കാശ് ലാഭിച്ചില്ലേ? അത് എന്റെ വക ഒരു ഡിസ്കൗണ്ട് ഇരുന്നുണ്ട്. വലിയ ഉപകാരം. നന്നാക്കാൻ പറഞ്ഞോണ്ട് കാശ് കൊടുത്തേക്കണം. അവിടെ ഞാൻ പറയരുത് കേട്ടോ. ഇല്ല, ഞാൻ പറയരുത്, കാളെ കിട്ടാനില്ലാത്ത സമയം. എന്നാ പിന്നെ കേട്ടെ, ഈ സാധനം എടുക്കും കേട്ടോ. ഇതെന്താ അറിയോ? അല്ലല്ല ഇതെന്താ അറിയോ? എനിക്ക് ആ മറ്റേ ചായക്കടയുടെ മുകളിൽ എനിക്ക് ആ ഗ്ലാസ്സുകളൊക്കെ ഉള്ളത്. സത്യശീല, ഇത് തരാൻ പറ്റില്ല. ഇത് നമ്മുടെ ആന്റണിയില്ലേ അവിടെ ചായ തട്ടുന്നത്, അവൻ രാവിലെ നോക്കട്ടെ പോയി. അവൻ 100 രൂപ പറഞ്ഞ സാധനമാണ്. ഒരു കാര്യം ചെയ്യും, അല്ല ഒരു 50 രൂപ 50 രൂപ എത്തിക്കട്ടോ. ഞാൻ വരുന്ന സാധനം കയറ്റിറക്കൊക്കെ ചെയ്യുമ്പോ ഞാൻ അതിന്റെ ഒന്ന് കുഴിച്ച് കഷ്ടം. നിങ്ങളൊക്കെ ചുമപ്പ് തന്നെ. ആ ചോപ്പ് ഇവരൊക്കെ വേറെ വല്ല കടയിൽ പുതിയ സാധനം മേടിക്കുമ്പോ എന്ത് ചെയ്യും? നിങ്ങൾ ഇതൊക്കെ പറയണ്ടു പോകുമോ? രാഘവട്ടാ, ആ ഫാനൊന്ന് ഓൺ ചെയ്തേ. മൂന്നില്. ഓ, അതാ ഗോഡൌണിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തായിരുന്നാ? കറണ്ട് ബില്ല് കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്ന് അറിയാലോ. ഇവിടെ സ്പീഡിൽ കറക്റ്റ്. ക്ഷീണമുണ്ടോ? എന്നാ ചേട്ടാ സ്പീഡിന് അറിയാം. ഫാൻ മേടിക്കണം സാറേ. ഇത് എന്താ? ഒരു ഫാൻ മേടിക്കണം.